ആരതി ടേബിളിൽ തലചായ്ച്ചിരുന്ന് ഉറങ്ങുമായിരുന്നവളെ ബെഡിൽ പതിയെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ജിത്തു വിളിച്ചു. പെട്ടെന്ന് മയക്കത്തിലായിരുന്നവൾ ഞെട്ടിയെഴുന്നേറ്റ് അവനെ തലചരിച്ച് നോക്കി. എന്താ ഇന്ദ്ര? കഴുത്തിൽ കിടന്ന ഷോളിൽ മുഖം തുടച്ചുകൊണ്ട് അവൾ അവനോട് ചിതിരക്കി. എനിക്ക് പോണം, ജിത്തു അവളെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എങ്ങനെ പോകും താൻ? ആരതി ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ നിന്റെ അച്ഛനില്ലെന്നാണ്. ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴേ ഇവിടേക്ക് വരുമായിരുന്നു എന്നെ കാണാൻ. അതുകൊണ്ട് താൻ എൻ്റെ ഒപ്പം നിൽക്കണം പ്ലീസ്. എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ ലക്ഷ പേടിക്കും, അവൾക്കറിയും. അതെനിക്ക് കാണാൻ വയ്യ, പ്ലീസ് ആരതി. അവൻ അവൾക്ക് മുന്നിൽ യാചിക്കുമ്പോൾ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയിന്ദ്ര, അവൾ ചോദിച്ചു. ജിത്തു തൻ്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് പറഞ്ഞു. അവൾ അവൻ പറഞ്ഞതിനെല്ലാം തലയാട്ടി സമ്മതിച്ചു. അവൻ പറഞ്ഞതുപോലെ അവൾ ക്ലോക്കിലേക്ക് നോക്കി. ആഹാരം കൊണ്ടുവരാനുള്ള സമയമായി. ഇതേ ഉള്ളൂ ഒറ്റ വഴി. അവൾ തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് ഓടി. ശേഷം അവിടെ ഉണ്ടായിരുന്ന കപ്പെടുത്ത് ഒരു വശത്തിരുന്ന് പാക്കറ്റിൽ നിന്നും വിമ്മെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് പതച്ചെടുത്തു. ശേഷം ഒരു വശത്തായി ടേബിളിലിരുന്ന് ചെറിയ കറി കവറെടുത്ത് അതിലേക്ക് നിറച്ചു. ജിത്തു അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ശേഷം ചെറിയ റബ്ബർ ബാൻഡ് എടുത്ത് അതിൻ്റെ ഒരറ്റം പുറത്തേക്ക് തുറക്കുന്ന രീതിയിൽ ചുറ്റി മുറുക്കി. ശേഷം അത് കഴുകിയെടുത്തു. ആരതി തിരിഞ്ഞ് ഇന്ദ്രനെ നോക്കിയതും അവൻ വേഗം ചെന്ന് ബെഡിലേക്ക് കിടന്നു. പെട്ടെന്ന് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും വാഷ്റൂമിൽ നിന്നും ആരതി മുറിയിൽ നിലത്തേക്ക് ഇറങ്ങിക്കിടന്നു. കയ്യിലുണ്ടായിരുന്ന കവർ വായിലേക്ക് വെച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കടിച്ചു പിടിച്ചു. ശേഷം അതിൻ്റെ പുറകെ വശത്തായി ചെറുതായി പല്ലമർത്തി. ചുണ്ടിൻ്റെ ഒരു വശത്തുകൂടി പതയടങ്ങിയ വെള്ളം ഒഴുകിയിറങ്ങി. അകത്തേക്ക് ഫുഡും കൊണ്ട് കയറിയ വേലക്കാരി നിലത്ത് വായിൽ നിന്നും നുരയും പതയുമെന്ന് ബോധമില്ലാതെ കൈവിരലുകൾ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആരതിയെ കണ്ട് അലറി വിളിച്ചു. മോളെ! കയ്യിലിരുന്ന പ്ലേറ്റ് നിലത്ത് വീണ് പൊട്ടിച്ചിതറിയിരുന്നു. അവർ പെട്ടെന്ന് നിലത്തേക്കിരുന്ന് അവളുടെ മുഖം പിടിച്ച് മടിയിലേക്ക് വെച്ചുകൊണ്ട് അലറി. എന്താ പറ്റിയേ? പെട്ടെന്ന് ഇന്ദ്രൻ ഉറക്കമുണർന്നതുപോലെ കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ തന്നെ അവരുടെ അലർച്ച കേട്ട് മുറിക്ക് പുറത്തുണ്ടായിരുന്ന ഗുണ്ടകൾ അവിടേക്ക് ഓടിയെത്തിയിരുന്നു. എന്തു പറ്റി? ഒരാൾ അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. മോള്! അവളുടെ മുഖം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ അലറിക്കരഞ്ഞു. നോക്കി നിൽക്കാതെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോടാ, ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും പരസ്പരം കണ്ണിൽ നോക്കി നിന്നതല്ലാതെ അവർ ഒന്നും ചെയ്തില്ല. ജിത്തു അവളുടെ അടുത്തേക്കിരുന്ന് അവളുടെ കൈ പിടിച്ച് പൾസ് ചെക്ക് ചെയ്തു. ശേഷം ഒളികണ്ണിട്ട് അവന്മാരെ ഒന്ന് നോക്കി. അവന്മാർ അവരെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഓ മൈ ഗോഡ്! വേഗം ഇവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ ഇവൾ... ഞെട്ടലോടെ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് ശാരദേച്ചി കണ്ണീരോടെ അവൻ്റെ ഒപ്പം എഴുന്നേറ്റു. നീ എങ്ങോട്ടാ? അവളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ജസ്റ്റിൻ വണ്ടി എടുക്കടാ. ജിത്തുവിനെ തടഞ്ഞുകൊണ്ട് ഒരുത്തൻ അവൻ്റെ കൈയിൽ നിന്നും ആരതിയെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടു. അവളുടെ വായിൽ നിന്നും വെള്ളം അവൻ്റെ ദേഹത്തേക്ക് ഒഴുകി. ജിത്തുവിന് അത് കണ്ട് ചിരി വന്നെങ്കിലും അവൻ കടിച്ചു പിടിച്ച് നിന്നു. അവളെ പുറത്തേക്ക് കൊണ്ടുപോയതും അവന്മാരെല്ലാം അവൻ്റെ ഒപ്പം ഉമ്മറത്തേക്ക് നടന്നു. ചേച്ചി, കിച്ചൺ എവിടെയാ? പെട്ടെന്ന് അടുത്തുനിന്ന് ശാന്തേച്ചിയോടായി അവൻ ചോദിച്ചു. അവിടെയാ, അവർ കൈ ചൂണ്ടി പറഞ്ഞു. ജിത്തു അങ്ങോട്ടേക്ക് ഓടി. ശാന്തേച്ചി അവൻ്റെ പിന്നാലെയും. അവൻ കിച്ചൺ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ശാന്തേച്ചി സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. എനിക്ക് പോണം ചേച്ചി. എനിക്ക് വേണ്ടി കണ്ണീരും കയ്യുമായി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ട്. അതിലേറെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന പാവം പിടിച്ചൊരു പെണ്ണുണ്ട് എനിക്ക്. ജിത്തു പുറത്തേക്കിറങ്ങി വേഗത്തിൽ നടന്നു മറയുന്നത് അവർ നോക്കി നിന്നു. ജിത്തു പിൻവശത്തുള്ള മതിൽ ചാടി ഒരുവിധം അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു ഓടി. പമ്മി മുൻവശത്തേക്ക് നടക്കവേ കണ്ടു ആരതിയെയും കൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്ന അവന്മാരുടെ ഇന്നോവ. അവൻ നെഞ്ചത്ത് കൈവച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മറുവശത്തേക്ക് ഓടി. ഒരു വിധത്തിൽ മാക്സിമം സ്പീഡിൽ ജിത്തു ജീവനും കൊണ്ട് ഓടിയിരുന്നു. ഓടി ഒരു വണ്ടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കിതച്ചുകൊണ്ട് കാൽമുട്ടിൽ കൈത്താങ്ങി നിന്നവൻ മുഖം ഉയർത്തി നോക്കി. കാറിലിരുന്നയാൾ മെടിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു അവനെ. അതൊരു പെൺകുട്ടിയായിരുന്നു എന്ന് പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവൻക്ക് മനസ്സിലായത്. ആർ യു ഓക്കെ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അവൻ കിതച്ചുകൊണ്ട് അതേയെന്ന് തലയാട്ടി. ഓ താങ്ക് ഗോഡ്, ഞാൻ കരുതി തന്നെ ഞാൻ ഇടിച്ചിരുന്നു എന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കഷ്ടമുണ്ട്, എൻ്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. അവൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. സോറി, വിരോധമില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? കിതപ്പം നടങ്ങിയതും ജിത്തു ചോദിച്ചു. എന്താ ചെയ്യണ്ടേ? കണ്ണുവിടർത്തി ചോദിക്കുന്നവളെ ഒരു നിമിഷം അവൻ നോക്കി നിന്നു പോയി. അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ലക്ഷയുടെ മുഖമായിരുന്നു. എനിക്കൊരു ലിഫ്റ്റ് തരുമോ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. വൈ നോട്ട്? അല്ല, എങ്ങോട്ടാ? അവൾ പെട്ടെന്ന് ചോദിച്ചു. പറയാം. ഓക്കെ.
അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ജിത്തു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വണ്ടി മുന്നോട്ടെടുത്തു. അധികം വൈകാതെ തന്നെ ജിത്തു പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ ത്രയംബകത്തിൽ എത്തിയിരുന്നു അവളുടെ കാറ്. കണ്ണുമിഴിച്ച് ചുറ്റും നോക്കുന്നവളെ അവൻ ചിരിയോടെ നോക്കി. ഇത്? അവൾ സംശയത്തോടെ നോക്കി. ഇതെന്റെ വീടാ, ഇറങ്ങടോ. ചുറ്റും നോക്കുന്നവളോടായി അവൻ പറഞ്ഞു. അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. താനാള് കൊള്ളാലോ, സ്ഥലം പറഞ്ഞു തരാ എന്ന് പറഞ്ഞിട്ടിപ്പോ വീട് വരെ എത്തിയല്ലേ. ഇതാണ് ആർക്കും സഹായം ചെയ്യരുതെന്ന് പറയുന്നത്. അവൾ താടിക്ക് കൈയും കൊടുത്തിരുന്നുകൊണ്ട് പറഞ്ഞതും ജിത്തുവിൻ്റെ മുഖം മങ്ങി. സോറി, ഇയാളെ ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? പെട്ടെന്ന് അവൻ പറയെ അവൾ തലയിൽ കൈവച്ചു പോയി. എൻ്റെ മാഷെ, ഞാൻ വെറുതെ പറഞ്ഞതാടോ. താൻ ഇങ്ങനെ ഫീലാവേണ്ട കാര്യമൊന്നുമില്ലടോ. അങ്ങോട്ട് ഇറങ്ങിയേ, ഞാനും വരും തൻ്റെ വീട്ടിലേക്ക്. കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നിറങ്ങുന്നവളെ കാണി അവനിൽ ചിരി വിടർന്നു. മുറ്റത്തൊരു വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ട് ഇന്ദുവും ലക്ഷ്മിയും കൂടി ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. കാറിൽ നിന്നിറങ്ങുന്ന ജിത്തുവിനെ കണ്ട് ഇരുവരും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോനെ. ലക്ഷ്മി അവൻ്റെ കവിളിൽ തഴുകി വിളിക്കവേ അവനൊരു പുഞ്ചിരിയോടെ ഇരുവരെയും നോക്കി. എവിടെയായിരുന്നു ജിത്തു നീ? പോയ വഴിയല്ലേ. അകത്തൊരു പെണ്ണ് കണ്ണീരും കയ്യുമായി ഇരിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 2 ദിവസമായി. അത് വല്ലതും നിനക്കറിയണോ? ലക്ഷ്മി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഞാനെല്ലാം പറയാം അമ്മ. അതിനു മുൻപ് എനിക്കെൻ്റെ പെണ്ണിനെ ഒന്ന് കാണണം. ജിത്തു പറയെ ലക്ഷ്മിയും ഇന്ദുവും ഒന്ന് പുഞ്ചിരിച്ചു. ഇതെന്താ നിന്റെ നെറ്റിയിൽ? ഇന്ദു പെട്ടെന്ന് അവൻ്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. പറയാം ചേച്ചി. അത്രയും പറഞ്ഞവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. അല്ല, ഇതാരാടാ? അപ്പോഴാണ് ഒരു പുഞ്ചിരിയോടെ കാറിൽ ചാരി നിൽക്കുന്നവളെ ഇന്ദു കണ്ടത്. അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴാണ് അവനും അവളുടെ കാര്യം ഓർത്തത്. അതിന് വഴിയെന്ന് കിട്ടിയതാ, അവൻ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അവൾ ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കി. അവളുടെ നിൽപ്പ് കണ്ട് മൂവർക്കും ചിരി വന്നിരുന്നു. വാ മോളെ, എന്താ മോളുടെ പേര്? ലക്ഷ്മി അവളുമായി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ചോദിച്ചു. ശ്രീലക്ഷ്മി, അവൾ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ഈ സമയം രവിയോട് പറഞ്ഞിട്ട് നിരാശയോടെ ത്രയംബകത്തിലേക്ക് തിരിച്ച് സഞ്ജുവും ശിവനും. ഇരുവരും ഒന്നും മിണ്ടിയില്ല. അവരുടെ മനസ്സ് ശൂന്യമായിരുന്നു. എന്തു പറയണമെന്നോ എന്തു പറഞ്ഞ് പരസ്പരം ആശ്വസിപ്പിക്കണമെന്നോ അവർക്കറിയില്ലായിരുന്നു. ത്രയംബകത്തിലെത്തി പരസ്പരം ഒന്ന് നോക്കി ഇരുവരും അകത്തേക്ക് കയറി. അപ്പോഴാണ് ഹാളിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നത്. മനസ്സിലാവാതെ പരസ്പരം നോക്കിക്കൊണ്ട് അവർ അകത്തേക്ക് നടന്നു. ആരോ വന്നതറിഞ്ഞ് ശ്രീ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും അവൾക്കുള്ള ജ്യൂസുമായി ഇന്ദു എത്തിയിരുന്നു. ശിവേട്ടാ. അവരെ ഒന്ന് നോക്കി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ശിവൻ അവളെ തിരിഞ്ഞു നോക്കി. ഏട്ടാ, ജിത്തു വന്നു. പെട്ടെന്ന് ഇന്ദു പറയെ സഞ്ജുവും ശിവനും ഞെട്ടലോടെ പരസ്പരം നോക്കി. എപ്പോ? സഞ്ജു വിശ്വാസം വരാതെ ചോദിച്ചു. കുറച്ചു നേരായി. ദാ ഈ കുട്ടിയോടൊപ്പമാണ് വന്നത്. അവൾ പറയെ ഒന്ന് മൂളിക്കൊണ്ട് പോക്കറ്റിൽ കിടന്ന ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു ശിവൻ. പിന്നാലെ സഞ്ജുവും. ഈ സമയം അടഞ്ഞുകിടക്കുന്ന വാതിൽ പതിയെ തള്ളി തുറന്ന് ജിത്തു അകത്തേക്ക് കയറി. ബെഡിൽ പുറംതിരിഞ്ഞ് കിടക്കുകയായിരുന്നു ലക്ഷ. അവൻ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ബെഡിൽ കയറി അവളെ തൊടാതെ തലകുനിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. നല്ല ഉറക്കത്തിലായിരുന്നു അവള്. കരഞ്ഞു കണ്ണീരൊഴുകിയ പാടുകൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വാടിത്തളർന്ന മുഖം കാണി അവൻ്റെ നെഞ്ചുവിങ്ങി. അവൻ കണ്ണീരോടെ അവളുടെ കാൽപാദത്തിൽ തൊട്ടു. താൻ കാരണമാണല്ലോ അവൾ അത്രയും അനുഭവിക്കേണ്ടി വന്നത് എന്നോർക്കെ അവനിൽ നോവുണർന്നു. തൽഫലമായി അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് അടർന്ന് അവളുടെ കാൽപാദത്തിൽ വീണു. പെട്ടെന്ന് അവൻ്റെ ചൂടുകണ്ണീർ പതിച്ചതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. തൊട്ടുമുന്നിൽ തൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് കണ്ണു നിറച്ചിരിക്കുന്ന ജിത്തുവിനെ കാണെ അവളുടെ കണ്ണുകൾ തിളങ്ങി. എങ്കിലും ആ മുഖത്ത് ദേഷ്യവും സങ്കടവും പരിഭവവും ഒന്നിച്ച് ഞൊടിയിടയിൽ ഇരച്ചു കയറി. ലക്ഷ. ജിത്തു അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവളെ ചുറ്റിപ്പിടിക്കാൻ ഒരുങ്ങവേ അവളുടെ ഒച്ച ഉയർന്നിരുന്നു. എന്നെ തൊടണ്ട. ദേഷ്യത്തോടെയുള്ള അവളുടെ ശബ്ദം കേൾക്കെ അവൻ കണ്ണുമിഴിച്ച് നോക്കി അവളെ. ലക്ഷ, ഞാൻ. മിണ്ടിപ്പോവരുത്, ഇറങ്ങിപ്പോ. എനിക്ക് കാണണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിട്ടു പോവല്ലേ എന്ന്, എന്നെ തനിച്ചാക്കി പോവല്ലേ എന്ന്. എന്നിട്ട് കേട്ടോ, പോ, എനിക്ക് കാണണ്ട. അവൾ ദേഷ്യത്തോടെ അലറി. അപ്പോഴും കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. ലക്ഷ, പ്ലീസ് ഡാ, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കെഞ്ചി പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അവനും നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവളെ ആഞ്ഞു പുണർന്നിരുന്നു. അവൻ്റെ കണ്ണുനീര് അവളുടെ തോളിൽ വീണ് ചിതറി തെറിച്ചുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും കഴിയുന്തോറും അവളിലുണ്ട് അവൻ്റെ പിടി മുറുകിയിരുന്നു. ഇന്ദ്രട്ട, പയ്യെ, നമ്മുടെ മോന് നോവൂ. അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ പറയെ ഞെട്ടലോടെ അവളിൽ നിന്നും അടർന്നു മാറിയിരുന്നു ജിത്തു. എന്താ പറഞ്ഞേ?
അവൻ വിശ്വാസം വരാതെ ചോദിക്കവേ സാരി വകഞ്ഞു മാറ്റി അവൻ്റെ കൈ പിടിച്ച് വയറ്റിലേക്ക് ചേർത്തിരുന്നു അവൾ. അവളുടെ കുഞ്ഞു വയറിനെ മറച്ചു കിടക്കുന്ന സാരി തുമ്പ് പിടിച്ചു മാറ്റി അവിടേക്ക് ചുണ്ടമർത്തിയിരുന്നു അവൻ. അച്ഛയുടെ പൊന്നെ. ഇടർച്ചയോടെ അവളുടെ വയറിൽ തഴുകിക്കൊണ്ട് അവൻ വിളിക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ മിഴികളോടെയും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെയും അവൻ്റെ മുടിയിൽ തലയോടി അവൾ. കരയില്ലേടാ, ഇനിയും എങ്ങനെ കണ്ണു നിറയ്ക്കല്ലേ ലക്ഷ, എനിക്കിത് കണ്ടു നിൽക്കാനാവുന്നില്ല. നീ പറഞ്ഞിട്ട് കേൾക്കാതെ പോയതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എനിക്ക് നിന്നോടും കുഞ്ഞിനോടും ഒപ്പം ജീവിച്ചേ മതിയാവൂ പെണ്ണെ. അവളുടെ നിറഞ്ഞ മിഴികൾ ഒപ്പി അവളെ മാറോട് അണച്ചു പിടിച്ച് ജിത്തു പറഞ്ഞു. ഇന്ദ്രേട്ട, ഇനിയും എന്നെ തനിച്ചാക്കി പോകുമോ? ഞാൻ മരിച്ചു പോകും. ചുണ്ട് വിതുമ്പിപ്പോയിരുന്നു ആ പെണ്ണിൻ്റെ. ഇല്ലടാ, ഇനി എൻ്റെ മോളെ വിട്ടിട്ട് ഇന്ദ്രേട്ടൻ എവിടെയും പോകില്ലാട്ടോ, കണ്ണ് നിറയ്ക്കണ്ട. അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് അവൻ പറയെ അവനെ ചുറ്റിപ്പിടിച്ച് ആ മാറോട് ചേർന്നു ലക്ഷ. അല്ല പെണ്ണെ, നിനക്കെന്തെങ്കിലും വേണോ കഴിക്കാൻ? ആഗ്രഹം തോന്നുന്നുണ്ടോ എന്തിനോടെങ്കിലും? അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. മസാല ദോശ? അവൻ ചോദിക്കാൻ കാത്തിരുന്നത് പോലെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി കുറുമ്പോടെ പറഞ്ഞു പെണ്ണ്. വാ, ഞാൻ ഉണ്ടാക്കി തരാം. അവൻ പറയെ കണ്ണും വിടർത്തി നോക്കി അവൾ അവനെ. വേഗം പോയി മുഖമൊക്കെ കഴുകിയിട്ട് വാ. അവളെ വാഷ്റൂമിലേക്ക് തള്ളി വിട്ടിട്ട് അവൻ ബെഡിലിരുന്നു. അവൾ തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് നടന്നു. അവൾ പോയതും ബെഡിൽ പതിയെ കൈ ഓടിച്ചു ജിത്തു. താനില്ലാതിരുന്ന നേരം നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ പെണ്ണിരുന്ന മുറി, അവളുടെ ഗന്ധമില്ലാതെ താനും ആ മുറിയിൽ. ഓർക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇന്ദ്രേട്ടാ, പോവാം. ടവലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ. വാ. പെട്ടെന്ന് മുഖം അടർത്തി തുടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ. അവളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി ചെയറിൽ വിരിച്ചിട്ട് അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. പുറത്തേക്കിറങ്ങി വാതിൽ ചാരിയിട്ട് ശ്രദ്ധയോടെ അവളെ പിടിച്ച് ഓരോ പടിയും ഇറക്കി നടന്നു ജിത്തു. ഒരു പുഞ്ചിരിയോടെ അവളും. കരുണ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി വണ്ടി നിർത്തി. വണ്ടിയുടെ ബാക്ക് സീറ്റിൽ കിടന്ന ആരതിയെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ട് ഒരുവൻ അകത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിൻ്റെ അകത്തളത്തിൽ നിന്നവരെല്ലാം അത്ഭുതത്തോടെ അവരെ നോക്കുമായിരുന്നു. അവൻ്റെ പിന്നാലെ മറ്റ് രണ്ടുപേരും ചേർന്നു. ഡോക്ടർ എവിടെയിടൂ? വിളിച്ചോണ്ട് വാടോ. അവരെ കണ്ട് വായും പൊളിച്ച് നിന്ന ഒരു അറ്റൻഡറിനോടായി ആജ്ഞാപിച്ചു അവർ. അയാൾ പേടിയോടെ ഡോക്ടർ ക്യാബിനിലേക്ക് ഓടി. ആ സമയം കൊണ്ട് അവൻ മറ്റൊരു അറ്റൻഡൻസിൻ്റെ സഹായത്തോടെ അവളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. അവൾ ഒളി കണ്ണിട്ട് നോക്കവേ കണ്ടു ആ അറ്റൻഡറോട് എന്തൊക്കെയോ പറയുന്നവനെ. എൻ്റെ ഈശ്വര, ഞാൻ എങ്ങനാ ഇനി ഇവിടുന്ന് രക്ഷപ്പെടുക? മനസ്സിലോർത്തുകൊണ്ട് കണ്ണടച്ച് കിടന്നു അവൾ. അല്പം കഴിഞ്ഞത് ഒരു അറ്റൻഡൻസിനോട് ഡോക്ടർ എത്തിയിരുന്നു. എന്താ ഇവിടെ? ഡോക്ടർ ഗൗരവത്തോടെ ചോദിച്ചു. എല്ലാവരും ഒന്ന് പുറത്തു പോകണം. അവളുടെ കൈ പിടിച്ചു നോക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. അതൊന്നും പറ്റില്ല, നിങ്ങൾ പരിശോധിച്ചേ. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, ഇയാൾ എന്നോട് ആജ്ഞാപിക്കുവാണോ? ഡോക്ടർ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ തിരിഞ്ഞു. പ്ലീസ് ഒന്ന് പുറത്തു നിൽക്കൂ. അവൻ എന്തോ പറയാൻ വന്നതും അറ്റൻഡർ അയാളോട് യാചിച്ചു. അവൻ ഡോക്ടറെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. എല്ലാവരും പോയതും ആരതി കണ്ണു വലിച്ചു തുറന്നു. ഡോക്ടർ. പെട്ടെന്ന് അവളെ വിളി കേട്ടതും തിരിഞ്ഞു നിന്ന് അറ്റൻഡറോട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ തിരിഞ്ഞു നോക്കി. ഡോക്ടർ, എനിക്കൊരു കുഴപ്പമില്ല, പ്ലീസ് എന്നെ രക്ഷിക്കണം. യാചനയുടെ കൈകൂപ്പി അവൾ പറയെ അവൻ അയാൾ മിഴിച്ചു നോക്കി. ഞാൻ പറയുന്നത് സത്യമാണ്, പ്ലീസ് ഡോക്ടർ എന്നെ വിശ്വസിക്കണം, ഞാനെല്ലാം പറയാം. അവൾ പറഞ്ഞു തുടങ്ങിയതും ഡോക്ടർ തിരിഞ്ഞ് അറ്റൻഡറിനെ നോക്കി. ചേട്ടാ, ആ ഡോറടച്ച് കുറ്റിയിട്ടേക്ക്. ഡോക്ടർ പറഞ്ഞതും അയാൾ ചെന്ന് വാതിലടച്ച് ലോക്കിട്ടു. ഇനി പറ, എന്താ തനിക്ക് പറയാനുള്ളത്?